ഒരു ഗെയിം ഉണ്ടാക്കാനായിട്ട് ഏകദേശം $2 ബില്യൺ ചിലവായി. ഇന്ത്യൻ മണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17,000 കോടി രൂപ അടുപ്പിച്ച്. ബുർജ് ഖലീഫയുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.5 ബില്യനാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഈ ഗെയിമിന് ചിലവായി. ഞാൻ പറയുന്നത് GTA 6 പറ്റിയിട്ട് തന്നെയാണ്. റോക്ക് സ്റ്റാർ ഇത്രയും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിനും മാത്രം ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മൾ കാണാനായിട്ട് പോകുന്നത് വെറും ഒരു ഓപ്പൺ വേൾഡ് ഗെയിമല്ല, അതിൽ കൂടുതൽ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതായത് അവരൊരു റിച്വൽ റിയാലിറ്റി വേൾഡ് ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് റിയൽ വേൾഡ് പോലെ ഇരിക്കും. അമ്മാതിരി റേറ്റ് ആവും. നിങ്ങൾ ട്രെയിലർ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ട്രെയിലറിലെ എല്ലാ സീൻസും ഇൻ ഗെയിം ക്ലിപ്സാണ്, അല്ലാണ്ട് ഈ ഒരു ട്രെയിലറിന് വേണ്ടിയിട്ട് അവർ ഒരു ക്ലിപ്പും ഉണ്ടാക്കിയിട്ടില്ല. ഫുൾ സാധനം ഗെയിമിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്. അതിനകത്ത് ഒരു ബിയറിൻ്റെ ഒരു സീനാണ്, ബിയർ ബോട്ടിലിൻ്റെ ഒരു സീനാണ്. അതിനകത്ത് ബബിൾസൊക്കെ വരുന്നത് എന്ത് റിയാലിറ്റിയാണല്ലേ. പിന്നെ ജഗിൾ ഫിസിക്സ്, അതാണ് എല്ലാവരും നോക്കിയതൊരു സാധനം. അത് റിയൽ ആണ് എന്നുള്ളത് ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ സാധനം അത് വേറെ ലെവലായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം 2026 മുതൽ GTA 6 ഉള്ളവർക്ക് സ്ട്രിപ്പ് ക്ലബ്ബിൽ പോകാം. എന്താണോ റിയൽ വേൾഡിൽ നമ്മൾ കാണുന്നത് അത് അതേപോലെ തന്നെ ഗെയിമിൽ കാണാൻ പറ്റും. എന്താണ് ഞാൻ ആ ഒരു ജിഗിൾ ഫിസിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഈ ഒരു ഗെയിമിൽ GTA 5 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു വേൾഡ് അല്ലെങ്കിൽ വലിയൊരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം പക്കാ റിയൽ വേൾഡ് പോലെ തന്നെയാണ് എന്നുള്ളതാണ്. പറയുന്ന പോലെ നമ്മൾ റിയൽ വേൾഡിൽ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഈ ഒരു ഗെയിമിൽ ചെയ്യാൻ പറ്റും. പറയുന്ന മൈന്യൂട്ട് സാധനങ്ങളാണ്. നമ്മൾ യൂഷ്വലി ഗെയിം കളിക്കുന്ന സമയത്ത് കാണുന്ന നമ്മൾ ശ്രദ്ധിക്കാത്ത സാധനങ്ങൾ വരെ ഇവർ ഭയങ്കര റിയാലിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ GTA 6 അല്ലെങ്കിൽ റോക്ക് സ്റ്റാറിൻ്റെ ആ ഒരു സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GTA 6 കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അവിടെ ഈ പറയുന്ന ക്യാരക്ടർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മാപ്പുകളുടെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഒരു 19 പേജസോളം ഉണ്ട് ഡീറ്റെയിൽഡായിട്ട് GTA 6 എന്തൊക്കെയായിരിക്കും എന്നുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 2026 അടുത്ത വർഷം ഗെയിം റിലീസാകും. ഇന്ത്യയിൽ പ്രൈസ് റേഞ്ച് വരിക എന്ന് പറയുന്നത് ഒരു 6,000 റുപ്പീസൊക്കെ ആയിരിക്കും ഗെയിമിന് വരുന്നത്. പക്ഷേ 6,000 കൊടുത്ത് വാങ്ങിച്ചാലും ഭയങ്കര ലാഭമാണെന്നുള്ളതാണ്. ഒരു വൺ ടൈം പർച്ചേസാണ്. ഇനി ഇതുപോലൊരു ഗെയിമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവരിനി ഇതിന് അപ്ഡേറ്റ്സ് കൊടുക്കത്ത മാത്രമേ ഉള്ളൂ. ഇനിയൊരു GTA 6 ഒന്നും ഇവർ ചെയ്യാനായിട്ട് പോവില്ല. കാരണം ഇത്രയും ഭയങ്കര ഒരു കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 10-11 വർഷം ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഗെയിം ഇപ്പം ഇങ്ങനെ നമ്മൾ കാണുന്ന രീതിയിലായത്. അതേപോലെ തന്നെ ആ ഒരു GTA 5 2013 റിലീസായ സാധനം വെച്ചിട്ടാണ് ഇപ്പോഴും ഓടുന്നത്. 10-13 വർഷമായി, 12 വർഷത്തോളമായി അത് വെച്ചിട്ടാണ് ഇപ്പോഴും ഓടുന്നത്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വേറെ റേഞ്ചിൽ നിൽക്കുന്ന ഗെയിമായിരിക്കും. ഒരു കിടിലൻ ഓപ്പൺ വേൾഡ് ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ജിഗിൾ ഫിസിക്സ് ആണ്. അതെല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് GTA 6 പറ്റിയിട്ടുള്ള കൂടുതൽ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും.